ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. സുഖല്ലേ? പുതിയൊരു അക്ഷരം പഠിച്ചാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു ഇനി 5 അക്ഷരം കൂടി നമുക്ക് പഠിക്കാനുള്ളൂ അല്ലേ? ഏതൊക്കെയാണത്? ടീച്ചർ ക്ലാസ്സിൽ വന്ന് വേഗം ക്ലാസ് തുടങ്ങുന്നത് നിങ്ങളുടെ സമയം പോകാതിരിക്കാനാണ് കേട്ടോ. ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറയുമ്പോൾ പഠിക്കാനുള്ള നമ്മുടെ സമയം കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ടീച്ചർ വേഗം നമസ്കാരം പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കടക്കുന്നത് അല്ലേ? പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? അല്ലേ? പഠിക്കാൻ ഇഷ്ടമല്ലേ? ഓരോരോ അക്ഷരങ്ങൾ വെച്ച് പഠിക്കുമ്പോൾ എളുപ്പമല്ലേ? നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പം കുറച്ചും കൂടി എളുപ്പമായിട്ട് വരും. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഇതുപോലെ നമുക്ക് 2 അക്ഷരം പഠിക്കാം. ടീച്ചർ എപ്പോഴും പറയാറുള്ള പോലെ എളുപ്പമുള്ളതാണ്, ഇതുകൊണ്ട് 2 അക്ഷരം. 5 അക്ഷരം കൂടെ പഠിക്കാനുള്ളൂ. നമ്മൾ ഇവിടം വരെ പഠിച്ചു അല്ലേ? ഐ. എവിടം വരെ? ഐ. ഒന്ന് പറഞ്ഞേ. ഐ വരെ നമ്മൾ പഠിച്ചു. സ്വരാക്ഷരങ്ങളിൽ ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ. അവിടം വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത അക്ഷരം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഏതക്ഷരമായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർഡർ അനുസരിച്ച് നമ്മൾ പറഞ്ഞ് കേട്ടതനുസരിച്ച് ഏതക്ഷരമായിരിക്കും? എഴുതാൻ പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ പറയാൻ പഠിച്ചു അല്ലേ? നമ്മൾ കുറേ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ഏതായിരിക്കും അക്ഷരം? പറഞ്ഞ് കേൾക്കട്ടെ ടീച്ചർ, ഉറക്കെ പറഞ്ഞേ. ഏതക്ഷരമാണ്? യെസ്, ഓ. ഏതാണ്? ഓ. ഇംഗ്ലീഷിൽ നമ്മൾ ഓ എഴുതില്ലേ? ഇംഗ്ലീഷിൽ നമ്മൾ ഒരു വട്ടപൂജ്യം, അതാണ് ഓ അല്ലേ? മലയാളത്തിൽ അതേ ശബ്ദം തന്നെയാണ്, പക്ഷെ ഇത് എഴുതുന്നതിന് വ്യത്യാസമുണ്ട്. പഠിച്ചാലോ എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത്? പഠിക്കാം. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഓ. കണ്ടോ? അടുത്ത ഒരക്ഷരം കൂടെ പഠിക്കുമെന്ന് ടീച്ചർ പറഞ്ഞു, അതാണ് ഓ. എന്ന് പറഞ്ഞേ. ഓ. 2 അക്ഷരങ്ങൾ നമ്മളിന്ന് പഠിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഓ, ഓ എന്ന് പറയുന്ന 2 അക്ഷരങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. എങ്ങനെ എഴുതുന്നതെന്ന് ടീച്ചർ കാണിച്ചു തരാം. ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ടീച്ചർ ആദ്യം ഈ അക്ഷരം എഴുതിയത്. ഇനി അതെങ്ങനെ എഴുതാം എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോക്കുക, ഇവിടെ നിന്ന് തുടങ്ങുക, ശേഷം ഇങ്ങനെ വന്ന് കണ്ടോ? ഏതക്ഷരമാണ്? ഓ. കണ്ടോ? നമ്മള് രായല്ല, ഐയുടെ ചിഹ്നം നമ്മൾ എഴുതിയില്ലേ? ഐയുടെ ചിഹ്നം ഓർമ്മയുണ്ടോ? നമ്മൾ ഐയുടെ ചിഹ്നം എഴുതിയത് ഓർമ്മയുണ്ടോ? ഇങ്ങനെയല്ലേ നമ്മൾ ഐയുടെ ചിഹ്നം എഴുതിയത് അല്ലേ? ഇതാണ് നമ്മൾ ഐയുടെ ചിഹ്നമായി ഉപയോഗിച്ചത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? കണ്ട, ഇതാണ് നമ്മൾ ഐ എഴുതിയത്. ഇതാണ് നമ്മൾ ഉപയോഗിച്ച ഐ എഴുതാൻ ഉപയോഗിച്ച ചിഹ്നം. ഇതാണ്. അപ്പം നമ്മൾ ഓ എഴുതുമ്പോൾ അതുപോലെയാണ് തുടങ്ങേണ്ടത്. ശ്രദ്ധിച്ചോ കേട്ടാ, നോക്കിക്കോ. കണ്ടോ? ഐയുടെ ചിഹ്നം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. ഓ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? കണ്ടോ? ഇതിങ്ങനെ എഴുതണം. ഇതെന്താണ്? ഓ. നമ്മൾ ഐയുടെ ചിഹ്നത്തിൻ്റെ പകുതി എഴുതാം. ബാക്കി ടീച്ചർ പറഞ്ഞ പോലെ മാത്സിൽ പഠിച്ചിട്ടുള്ള പോലെ 3 എഴുതാം. കണ്ടോ? അപ്പം ഇതെന്ത് അക്ഷരമായി മലയാളത്തിലെ? ഓ. ഓ. ടീച്ചർ പഠിക്കാൻ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പത്തിനാണ് ടീച്ചർ ഇത് പറഞ്ഞു തരുന്നത്. അല്ലാതെ കൈ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ വീണ്ടും അവിടെ നിന്ന് എഴുതരുത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് വേണം മലയാള അക്ഷരം എഴുതാൻ. എവിടെ നിന്ന് തുടങ്ങുന്നോ
അവസാനിക്കുന്നിടത്ത് നിന്നേ കൈയെടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് ടീച്ചർ ഇത് പറയുന്നത്. ഓക്കെ, നമ്മൾ ഐയുടെ ചിഹ്നം എഴുതി, എന്നിട്ട് ഇവിടെ വന്ന് 3 എഴുതി. അപ്പം ഇത് ഏതായ അക്ഷരം? ഓ. കണ്ടോ, ടീച്ചർ കൈ എടുത്തില്ല. എന്താണ്, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് കണ്ടോ ഇവിടെ വന്ന് അവസാനിപ്പിച്ചു. അപ്പോഴാണ് ടീച്ചർ കൈ എടുത്തത്. മനസ്സിലായോ? ഇത് ഏതക്ഷരമാണ്? ഓ. ഒന്ന് പറഞ്ഞേ. ഓ. നോക്കിയിരിക്കട്ടാ. ഇതേതാണ് അക്ഷരം? ഓ. ഒന്നുകൂടെ മനസ്സിൽ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഓ. ഏതക്ഷരമാണ്? ഓ. നമ്മൾ ഇംഗ്ലീഷിൽ ഓ എന്ന് എഴുതും അല്ലേ? ശബ്ദം ഏതാണ്? ഈ പറയുന്നത് തന്നെയാണ് ശബ്ദം. സൗണ്ട് പറയുന്നത് ഓ. പക്ഷെ മലയാളത്തിൽ എഴുതുമ്പോൾ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? മലയാളത്തിൽ എഴുതുമ്പോൾ വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കണം. നമുക്കൊന്നും കൂടെ എഴുതാം. ടീച്ചർ എഴുതിയതിൻ്റെ മേലെ കൂടെ ഒന്ന് എഴുതി കാണിക്കാം. കണ്ടോ, ഇതുപോലെ എഴുതുക. ഇങ്ങനെ വന്നിട്ട് ഇവിടെ കണ്ടോ, ഇതാണ് ഓ. ഓ പഠിച്ചില്ലേ? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ബുക്കും പേപ്പറൊക്കെ എടുത്ത് എഴുതിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ്സൊക്കെ ഓഫ് ചെയ്ത് വെച്ചു, എന്നിട്ട് എഴുതാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? ആ ക്ലാസ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും കണ്ടിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, ശരി. ഇനി അടുത്ത അക്ഷരം. അപ്പം നമ്മൾ ഓ പഠിച്ചു, എളുപ്പമാണ്. ഓ നമ്മൾ പഠിച്ചു എങ്ങനെ എഴുതുന്നതെന്നുള്ളത്. ഐക്ക് ചിഹ്നം എഴുതുന്നതിൻ്റെ പകുതി എഴുതുക, പിന്നെ നമ്മൾ ഇങ്ങനെ 3 എഴുതുക. അതാണ് ഓ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഇതിനോട് ശബ്ദത്തിൽ നമ്മൾ വ്യത്യാസം വരും, പക്ഷെ എഴുതാൻ എളുപ്പമാണ്. രണ്ടാമത്തെ അക്ഷരം, ഇന്നത്തെ ക്ലാസ്സിലെ രണ്ടാമത്തെ അക്ഷരം. ഇതേതാണ്? അപ്പം നമ്മൾ ഓ ആണ് പഠിച്ചത്. ഏതാണ്? ഓ. ഒരുമ. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഓ പഠിച്ചത്. ഇനി പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഓ. ഏതാണ്? ഓ. അത് പറഞ്ഞേ. ഓ. കണ്ടോ? ഓണം, ഓല അല്ലേ? ഓണം. നമ്മൾ ഓണം ആഘോഷിക്കാറില്ലേ? ഓണം എന്ന് പറയുന്നത് ഈ അക്ഷരമാണ് ആദ്യം വരുന്നത്. ഓണം എന്ന് പറയുന്നതിലെ ആദ്യത്തെ അക്ഷരമാണ് ഓ. മനസ്സിലായോ? ഓക്കെ. ഓ എഴുതുപോലെ തന്നെ എഴുതുക, ചിഹ്നം ചേർത്താൽ മതി. ഇങ്ങനെ എഴുതുക. ഓ എഴുതി അല്ലേ? നേരത്തെ നമ്മൾ പഠിച്ച ഓ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഈ ചിഹ്നം ഒന്ന് ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എഴുതാം. കണ്ടോ, ഇതെന്തായി? ഓ. ഏതക്ഷരമാണിത്? ഓ. ഒന്ന് പറഞ്ഞേ. ഓ. കണ്ടോ, രണ്ടക്ഷരം കൂടെ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചു. കിട്ടിയില്ലേ? ഒന്നും കൂടെ ടീച്ചർ എഴുതാം. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒന്നും കൂടെ പതിയും. നമ്മൾ ഐക്ക് ചിഹ്നം, ഐ എഴുതിയത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഐ പഠിച്ചത് ഇങ്ങനെയാണ്. കണ്ടോ, ഈ ചിഹ്നമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഐ എന്ന് പറയാൻ അല്ലേ? ഐ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയുടെ കൂടെ ഈ ചിഹ്നം ചേർക്കണം. അപ്പം അതേപോലെ ക്ലാസ്സിൽ നമ്മൾ ഐ അല്ല പഠിക്കുന്നത്, ഐ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കിട്ടാനും പരിചയമുള്ള ഒരു അക്ഷരം പറഞ്ഞാലാണല്ലോ നിങ്ങൾക്ക് അടുത്തത് കിട്ടുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നതിന് ഈ ചിഹ്നം ചേർക്കണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഈ ചിഹ്നം എഴുതുന്നത് പോലെ പൂർണ്ണമായിട്ടും അങ്ങനെയല്ല, കാണിച്ചു തരാം. നേരത്തെ ടീച്ചർ പറഞ്ഞു. കണ്ടോ, ഐയുടെ ചിഹ്നം നമ്മൾ എഴുതിയത് ഇങ്ങനെയാണ്. നമ്മൾ എഴുതിയത് ഐയുടെ ചിഹ്നം. ഇവിടെ അത് വേണ്ട. ഇവിടെ നോക്കുക. കണ്ട, ഐയുടെ ചിഹ്നം എഴുതുന്നത് പോലെ പകുതി വരെ എഴുതുക. പിന്നെ എന്ത് ചെയ്യണം? 3. കണ്ട, ഇത് ഓ. അടുത്തത് നോക്കിയേ. അതുപോലെ തന്നെ എഴുതുക, ശേഷം ചിഹ്നം എഴുതുക.
ഓ. ഏതാണ് അക്ഷരം അത്? ഓ. കിട്ടിയാ? ഇത് ഓ, ഇത് ഓ. മനസ്സിലായോ? ഒന്നും കൂടെ ടീച്ചർ എഴുതട്ടെ, അപ്പം കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. ഒന്നുകൂടെ നോക്കിയേ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആ ടീച്ചർ കൈ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിരിക്കുക. ഇങ്ങനെ വന്നിട്ട് കണ്ട, ഇതാണ് ഓ എന്ന അക്ഷരം. അടുത്തത് ഓ എഴുതി. ഓ നമ്മൾ എഴുതി ശേഷം എന്ത് ചെയ്യണം? ഈ ചിഹ്നം ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇതേത് അക്ഷരമായിട്ട് മാറും? ഓ. പഠിച്ചോ? കിട്ടിയോ? കിട്ടിയോ? ടീച്ചറോട് പറ. ടീച്ചർ ക്ലാസ് പഠിപ്പിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് കിട്ടിയോന്ന് അറിയണ്ടേ? കിട്ടിയോ? മനസ്സിലായോ? യെസ് എന്ന് പറഞ്ഞേ. യെസ്. പഠിക്കോ എല്ലാ ദിവസവും വീട്ടിലിരുന്ന്? ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കോ? കേക്കട്ടെ ടീച്ചർ. യെസ് ഓർ നോ? യെസ്. ഓക്കെ. അപ്പോൾ ഈ രണ്ടക്ഷരങ്ങൾ മനസ്സിരുത്തി വീണ്ടും വീണ്ടും പഠിക്കുക കേട്ടോ. വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് പഠിക്കുമ്പോഴാണ് അത് നമ്മുടെ മനസ്സിൽ പതിയുള്ളൂ. ഓക്കെ. നമുക്ക് വാക്കുകൾ പറയണ്ടേ, വാക്യങ്ങൾ പറയണ്ടേ, നന്നായിട്ട് സംസാരിക്കണ്ടേ, സംസാരിക്കുന്ന പോലെ തന്നെ എഴുതാൻ പറ്റണ്ടേ? അതിന് നമ്മൾ അക്ഷരങ്ങൾ, സ്വരങ്ങളൊക്കെ പഠിക്കണം, എഴുതാൻ പഠിക്കണം. ഒരു പ്രാവശ്യം ടീച്ചർ എഴുതി തരാം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ. നോക്കിയിരിക്കുക കേട്ടോ. ടീച്ചറുടെ കൈ എങ്ങനെ പോകുന്നതെന്ന് നോക്കുക. ഇങ്ങനെ എഴുതുക. കണ്ട? ഓ. എന്താണിത്? ഓ. അടുത്തത് എങ്ങനെയാണ്? ഓ എന്ന് എഴുതുക, ശേഷം ഇങ്ങനെ ചിഹ്നം ചേർക്കുക. ഇതെന്താണ്? ഓ. 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 കണ്ടോ? അപ്പം നമ്മൾ സ്വരാക്ഷരങ്ങളിലെ ഓ പഠിച്ചു. പിന്നെ ഓ എന്ന അക്ഷരവും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കാണാം. ശുഭദിനം.